അപ്പോൾ ഈ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്യാപ് കട്ട് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്കൊരു 6 വീഡിയോ, ഞാൻ 6 വീഡിയോ എടുക്കണേ, നിങ്ങൾക്ക് എത്ര വീഡിയോ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഓരോ വീഡിയോ സെലക്ട് ചെയ്ത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്താണ്ട് നമുക്ക് സമയം കുറയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഡിലീറ്റ് ആക്കാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്ട് സമയം കുറയ്ക്കണമെങ്കിൽ ഇതുപോലെ പിടിച്ചാണ്ട് വീഡിയോ സെലക്ട് ചെയ്ത് പിടിച്ചാണ്ട് ഇങ്ങനെ കുറച്ചാൽ മതി. ഒന്നായിട്ട് കുറഞ്ഞുപോയി, ആവശ്യാനുസരണം കുറയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് അതുപോലെ ചെറിയ സെക്കൻഡ് ആക്കി വെക്കുക. ചെറിയ സെക്കൻഡ് ആക്കിയാൽ മതി, 1 സെക്കൻഡ് വെച്ചിട്ടാക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അതിന് ആഡ് ഓഡിയോ കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ബട്ടൺ ആക്കിയിട്ട് നമ്മുടെ ഒറിജിനൽ വീഡിയോ മ്യൂട്ട് ആക്കുക. അതിനുശേഷം പ്ലേ ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീഡിയോന്റെ ഫൗണ്ടേഷൻ. അതായത് ഇതിന്റെ മേലെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുക. അതായത് ഫിൽറ്റർ ഇടുക, ട്രാൻസിഷന്, പിന്നെ എഫക്റ്റ്, അങ്ങനെ ഓരോന്നൊക്കെ ഇതിന്റെ മേലെയാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിത് ചെയ്തല്ലോ, സെറ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇതിന്റെ മേലെ തന്നെ സെറ്റാക്കി കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചെണ്ണം ചെയ്ത് നോക്കുക, എന്താ പാട് നോക്കുക. ഇങ്ങനത്തെ തന്നെയാണ് വളരുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിപ്പമായി പോകും വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.